അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളത് ദ ഇന്ത്യാസ് ഫസ്റ്റ് ലെജൻഡറി എസ് യു വി ടാറ്റ സിയാറ. പക്ഷെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നതല്ല, ദ ന്യൂ ബോൺ എഡിഷൻ 2026 ടാറ്റ സിയാറ ഓൾ ന്യൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓൾ ന്യൂ ടാറ്റ സിയാറ 2026 എഡിഷൻ. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ, വണ്ടി മാരക വണ്ടിയാണ്. ഞാനിപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി. നല്ല കിടിലം പവറും നല്ല കിടിലം കംഫർട്ടുമാണ് വണ്ടി ഓടിക്കാനും എല്ലാത്തിനും. അതുപോലെ ഇത് വരുന്നത്, ഇതിപ്പോൾ ഡീസൽ എഡിഷനാണ്, ഡീസലാണ് വണ്ടി. ഡീസൽ 1.5 ഡീസൽ ഓട്ടോമാറ്റിക്കാണ് ഈ വണ്ടി വരുന്നത്. ഇതിൻ്റെ തന്നെ പെട്രോളിൽ 2 എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട്. 1.5 തന്നെയാണ്, പക്ഷേ ഒന്ന് നാച്ചുറൽ ആസ്പിറേറ്ററും ഒന്ന് ടർബോയാണ് വരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഡീസൽ ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡീസൽ വണ്ടി. എനിക്ക് അല്ലെങ്കിലും ഞാനൊരു ഡീസൽ ഹെഡാണ്, എനിക്ക് ഡീസൽ വണ്ടികളാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഇത് ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഒരു എന്താ പറയുക, ഭയങ്കര നല്ല പവറും ഉണ്ട് വണ്ടിക്ക്. അതുപോലെ നല്ല കംഫർട്ടും. വണ്ടി ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലാണ് വണ്ടി ഓടിച്ചപ്പോൾ. നമുക്കൊന്നുകൂടി ഡ്രൈവ് പോയി ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താ പറയുക, പുതിയ ഡിസൈനാണെങ്കിലും അന്യ ഡിസൈനാണ് ടാറ്റ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, സിയാറ എന്നും പറഞ്ഞിട്ട് ഫ്രണ്ടിലൊരു ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റ് ഒരു കുഞ്ഞി ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫോഗ് ലാമ്പാണ് വരുന്നത്. ഫോഗ് ലാമ്പ് യൂണിറ്റാണെങ്കിലും ഒരു ചെറിയൊരു കോളത്തിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. DRL കണക്റ്റിംഗ് DRLാണ് വരുന്നത്. ഇത്രയും ലോങ് DRL എനിക്ക് തോന്നുന്നു വേറൊരു വണ്ടിയിലും നിലവിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടം വരെ ഒറ്റ ലൈനായിട്ട് DRL നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ കൊടുത്തേക്കുന്ന ഗ്ലാഡിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താ പറയുക, ഒരു 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്യാമറയാണ് ഈ കാണുന്നത്. പിന്നെ ഈ കളറ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡ് നമുക്ക് തോന്നുമെങ്കിലും ഒരു മൾട്ടി കളർ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വെയിലടിക്കുമ്പോൾ വേറെ കളർ, ഒരു ഗോൾഡൻ കളറിലേക്ക് വണ്ടി ചേഞ്ച് ആവുന്നുണ്ട് വെയിലടിക്കുമ്പോൾ. അത് അപ്പോൾ നമുക്കിതിൻ്റെ കളറിനെ കുറിച്ച് തന്നെ ഒന്ന് പറയാം. ഇതിൻ്റെ കളർ വരുന്നത് മൂന്നാർ മിസ്റ്റ് എന്നാണ് ഇതിൻ്റെ കളറിനെ കമ്പനി കൊടുത്തിരിക്കുന്ന പേര്. ഒരു ഗ്രീനിഷ് ഷെയ്ഡും ഒരു ഗ്രേ ഷെയ്ഡും ഒക്കെ കയറി വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഗ്രേ ഷെയ്ഡാണെന്ന് തോന്നുന്നതെങ്കിൽ ബാക്കിലേക്ക് വരുമ്പം വെയിലിൻ്റെ തോന്നുന്നു, ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് വരും. അതുപോലെ നല്ല വെയിലത്ത് കിടക്കുമ്പം ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ കയറി വരുന്നുണ്ട്. നല്ല ഗിൽറ്റ് ടൈപ്പ് ഗോൾഡൻ ഷെയ്ഡ് കയറി വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കാം. സൈഡ് പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും താഴെ സിയാറയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 360 ക്യാമറയുടെ ഇവിടെ നമ്മുടെ സൈഡ് മിറർ 360 ക്യാമറയുടെ ഒരു ക്യാമറ കാണാം. അതുപോലെ വീൽസിലേക്ക് വരുമ്പോൾ വീൽസ് 19 ഇഞ്ച് വീൽസാണ് വരുന്നത്. അലോയ്സാണ്. അലോയ്സ് ഒരു വെറൈറ്റി ഡിസൈനിലുള്ള അലോയ്സാണ് കൊടുത്തിരിക്കുന്നത് കമ്പനിയിൽ. പിന്നെ ഇവിടെ ഡോറിൻ്റെ താഴെയായിട്ടൊരു പിയാനോ ബ്ലാക്കിലൊരു ഗ്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഏറ്റവും ഇതായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു തുറക്കുന്ന ഈ ഹാൻഡിലാണ്, ഡോർ ഹാൻഡിലാണ്. നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ തുറക്കാൻ. അതുപോലെ കീല സെൻറ്ററിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇവിടെ ഈ മേളിൽ പഴയ സിയാറയുടെ ഗ്ലാസിൻ്റെ ഒരു ബെൻഡ് വരുന്ന പോലെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിൽ ആണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗ്ലാസ് അല്ല, വേറെ എന്തോ ഒരു മെറ്റീരിയലാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഴയ ഒരു സിയാറയുടെ ഗ്ലാസിൻ്റെ ബെൻഡ് പോലെ നമുക്കൊരു ഫീൽ വരും. പിന്നെ ഇവിടെ ഒരു ക്ലാഡിങ് വരുന്നുണ്ട് ഒരു സൈഡിൽ, ഒരു ഫെൻഡറിൻ്റെ. അത് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോയേക്കാണ് ഡോറിലേക്ക്. അത് നൈസാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പം ബാക്കിലെ ടെയിൽ ഗേറ്റിലാണ് അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ് ടെയിൽ ലാമ്പും. ഒരു ലൈൻ പോലെ ഒറ്റയടിക്കുക അവിടം വരെ, അവിടെ നിന്ന് ഈ എൻഡ് വരെ ഒരു ലൈൻ പോലെയാണ് പോയിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സും ടെയിൽ ലാമ്പും എല്ലാം അതിൽ തന്നെയാണ്. അതുപോലെ നമുക്ക് ഇലക്ട്രോണിക് ടെയിൽ ഗേറ്റാണ് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓപ്പൺ ആയിക്കോളും. കണ്ടില്ലേ, ജസ്റ്റ് 1 ടച്ചിൽ ഓപ്പണാണ്. അതുപോലെ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പാഴ്സൽ ട്രേ ഇല്ലേ, ഈ ട്രേ നമുക്ക് മറ്റുള്ള വണ്ടികളിൽ ഇപ്പോൾ എന്തെങ്കിലും ഇച്ചിരി പൊക്കമുള്ള സാധനം വെക്കണമെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്യണം. ഇതിനെ സംബന്ധിച്ച് ഇത് നമ്മുടെ ഹുക്ക് വരി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസായി. എന്ത് സാധനം വെക്കാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് കിട്ടും. അതെടുത്ത് വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അതുതന്നെ 1 ടച്ചിൽ നമുക്കിത്
തന്നെ ഓട്ടോമാറ്റിക് ക്ലോസിങ്ങും ഉണ്ട്. ക്ലോസായി. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ബാക്കിൽ ബമ്പേഴ്സ് ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതും ഒരു നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു സ്പോയിലർ ലുക്കിൽ അവർ ചെയ്തിട്ടുണ്ടത്. പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്, അത് ബ്ലാക്ക് കളറാണ് അത് വരുന്നത്. പിന്നെ നമുക്കൊന്ന് ഇൻറ്റീരിയർ നമുക്കൊന്ന് നോക്കാം വണ്ടിയുടെ എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ സീറ്റ് തുറക്കുമ്പോൾ തന്നെ ഇതാ ഇലക്ട്രോണിക് സീറ്റാണ്. ഓട്ടോമാറ്റിക്കലി ബാക്കിലേക്ക് നമുക്ക് കയറാൻ എളുപ്പത്തിന്. അപ്പോൾ നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലേക്ക് വരില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നമുക്കിവിടെ അതിനുള്ള സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത്. സീറ്റിൽ തന്നെ നമുക്ക് വെൻറ്റിലേറ്റർ സീറ്റാണ് വരുന്നത് രണ്ടും. അപ്പോൾ അതിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. പിന്നെ ടോപ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളും കീലെസ് എൻട്രിയൊക്കെ വരുന്നുണ്ട്. പിന്നെന്താ, സ്റ്റിയറിംഗ് വീലാണെങ്കിൽ തന്നെ ഒരു നല്ലൊരു പ്രീമിയം സെറ്റപ്പിലുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഇന്നറിലൊരു വൈറ്റ് ഷെയ്ഡിലും ഔട്ടറിലൊരു ബ്ലാക്ക് ഷെയ്ഡിലുമാണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഫ്ലാറ്റ് ബോട്ടം പോലെ അടിയിലൊരു ഫ്ലാറ്റ് ബോട്ടം സെറ്റപ്പിലാണ് സ്റ്റിയറിംഗ് വീൽ ഇരിക്കുന്നത്. ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴാണെങ്കിൽ വളരെ നീണ്ട ഒരു ക്ലസ്റ്ററാണ്. ഈ അറ്റത്ത് നിന്ന് തുടങ്ങിയാൽ ആ അറ്റത്താണ് ക്ലസ്റ്റർ അവസാനിക്കണേ. ഇവിടെ നമുക്ക് വേണ്ട സ്പീഡോമീറ്റർ, അതുപോലെ ഗിയർ ഷിഫ്റ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യാം. അതുപോലെ കോ ഡ്രൈവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ സൈഡിലും ഒരു വ്യൂ ഉണ്ട്. അങ്ങനെ വളരെ നീണ്ട ഒരു ക്ലസ്റ്ററാണ് CR-ൽ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, പിന്നെ ഇവിടെ AC യുടെ സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 360 ക്യാമറ ഉണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 വണ്ടിയുടെ 360 വ്യൂ കിട്ടും. ടോപ്പ്, സൈഡ്, ഫ്രണ്ട്, ബാക്ക് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെന്താ, പിന്നെ അത് ടെറൈൻ മോഡുണ്ട് വണ്ടിക്ക്. നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെറൈൻ മാറും. ഇപ്പോൾ വെറ്റ് ടെറൈനായി, ഇപ്പോൾ റഫ് ടെറൈനായി. അങ്ങനെ 3 മോഡുണ്ട്: നോർമൽ, വെറ്റ്, പിന്നെ ഏതാ റഫ്. അങ്ങനെ 3 മോഡ് വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ വരുന്നത് സൺറൂഫാണ്. പനോരമിക് സൺറൂഫ് അല്ല ഇതിൽ വരുന്നത്, പനോ മാക്സ് എന്നാണ് ഇതിന് കമ്പനി പറയുന്നത്. കാരണം മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്താണ് ഇതിന് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ സൺറൂഫ് കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ സൺറൂഫാണ് CR-ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പനോ മാക്സ് എന്നാണ് കമ്പനീനെ പറയുന്നത്. പിന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം വെൻറ്റിലേറ്റർ സീറ്റുകളാണ് വരുന്നത്. സൈഡിൽ അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് വെൻറ്റിലേഷൻ ഓണാവും. അതുപോലെ ഇലക്ട്രോണിക്, ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോണിക് സീറ്റാണ്. അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. മെമ്മറി ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. കീ ആണെങ്കിൽ ഒരു പ്രീമിയം സെറ്റപ്പ് കീ ആണ് വരുന്നത് CR-ക്ക്. കീയൊക്കെ നമുക്കിവിടെ വയ്ക്കാം. പിന്നെന്താ, പിന്നെ ഇൻറ്റീരിയർ മൊത്തത്തിലൊരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിലും ഈ നമ്മുടെ സ്റ്റിയറിങ്ങിനോട് ചേരുന്ന വിധത്തിലൊരു ലെതർ ഫിനിഷിൽ വൈറ്റ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതും ഒരു ക്ലോത്ത് പോലുള്ള ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. പ്ലാസ്റ്റിക് അല്ല എന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക്കിൽ സ്റ്റിച്ച് ചെയ്തേക്കാന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് അല്ല പക്ഷേ. പിന്നെന്താ, ഇനി നമുക്ക് ബാക്കിലേക്ക് ഒന്ന് ഇരുന്ന് നോക്കാം. ബാക്കിലെ റോയെക്കുറിച്ച് പഠിക്കാം. വാ. ബാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കയറാനും ഇറങ്ങാനും എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇരുന്നപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാക്കിലിരിക്കണേ. നല്ലൊരു അത്യാവശ്യം ചാറുള്ളൊരു സീറ്റും ലെഗ് റൂമാണെങ്കിലും ഹെഡ് റൂമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, കംഫർട്ടബിളായിട്ടിരിക്കാം. സീറ്റിൻ്റെ പൊസിഷനാണെങ്കിലും നല്ലൊരു കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനാണ്. ഇവിടെ ബാക്കിലേക്ക് 2 AC വെൻറ്റ് വരുന്നുണ്ട്. AC വെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതാണ്. പിന്നെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് 2 ഒരെണ്ണം 65 വാട്ട്സിൻ്റെ ആണ്. പിന്നെന്താ, പിന്നെ കണ്ടില്ലേ സൺറൂഫ് നല്ല വ്യൂ ആണ് സൺറൂഫിന് ബാക്കിലിരുന്നാലും. ഇവിടെ 2 ചെറിയ റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിലേക്ക് വരുമ്പം ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇൻബിൽട്ടായിട്ട് തന്നെ. നമുക്ക് വെയിലടിക്കില്ലാത്ത രീതിയിൽ ഇൻബിൽട്ടായിട്ട് തന്നെ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പൊക്കുക, താഴേക്ക് വയ്ക്കുക, ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. ഓക്കെ, തീർന്നു. പിന്നെന്താ, പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സീറ്റ് വേണമെങ്കിൽ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം ഫ്രണ്ടിൽ ആളില്ലെങ്കിൽ.
അതിനൊരു ലിവർ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു കപ്പ് ഹോൾഡർ, ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ കപ്പ് വയ്ക്കാൻ പാകത്തിന്, കൈയും വയ്ക്കാം, നല്ല രസമുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെയാണ് സിയാറയുടെ ഇൻറ്റീരിയറിലുള്ള വിശേഷങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് കണ്ടത്. പിന്നെ ഈ ഡോറിൽ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഡോറ് തുറക്കുമ്പോൾ പെട്ടെന്ന് പുറത്തുനിന്നൊരു വണ്ടി വന്നാൽ കാണാൻ അതിനൊരു ഇൻഡിക്കേറ്റർ പോലെ ഒരു ലൈറ്റ് റെഡ് കളറിൽ ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഡോറിൽ 2 പോക്കറ്റ്സ് ഉണ്ട്, നമുക്ക് ബോട്ടിൽസൊക്കെ ക്യാരി ചെയ്യാൻ പാകത്തിന് 2 പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഡോർ അടയാണ്ടോ വണ്ടി മൂവ് ആവില്ല. അതായത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് കയറി ബ്രേക്ക് ചവിട്ടി ഡ്രൈവ് മോഡിലേക്ക് ഇട്ടു, കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവില്ല. എത്ര നമ്മൾ പുഷ് ചെയ്യാൻ നോക്കിയാലും വണ്ടി മൂവ് ആവില്ല. അതേസമയം നമ്മൾ ഡോർ അടച്ചു, ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടു, ഇനി കാലെടുത്താൽ ഇതേ പോകണം അല്ലേ, ഇനി വണ്ടി മൂവ് ആവും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സേഫ്റ്റി ഫീച്ചറാട്ടോ ടാറ്റ ഇതിന് കൊടുത്തിരിക്കുന്നത്. കാരണം വേറൊരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഡോർ അടയാതെ ഒക്കെ വന്നാലുണ്ടാവും, പക്ഷേ സീറ്റ് ബെൽറ്റ് ഇടാതെ അങ്ങനെ ഒരു മൂവ് ആവാത്ത രീതിയിൽ നിൽക്കുന്ന ഞാൻ ഫസ്റ്റ് കാണുന്നത് തന്നെ സിയാറയിലാണ്. അതൊരു ഭയങ്കര ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് തന്നെ പറയാം. കാരണം പലരും ശ്രദ്ധിക്കാറില്ല അത് ഡോർ അടഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാറും പലരും മറന്നു പോകാറുണ്ട്. അപ്പം ഡോർ അടയാത്ത കേസുകൾ ഒരുപാട് വരാറുണ്ട്, പല അപകടങ്ങളും അതിനെ ചുറ്റി വരാറുണ്ട്. അപ്പോൾ അതൊരു നൈസ് സേഫ്റ്റി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, ബാക്കി വിഷയങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് ചെയ്ത് നോക്കാം. അത് അത്യാവശ്യം നല്ലൊരു ഡിപ്പായിരുന്നുണ്ടോ, പക്ഷെ അത് ചാടിയിട്ടൊന്നും വലിയ കുലുക്കില്ല വണ്ടിക്ക്. വണ്ടി ഒന്നും അറിയുന്നില്ല കേട്ടോ. വണ്ടി ഭയങ്കര സ്മൂത്താണ്. ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ. സ്റ്റിയറിംഗ് ആണെങ്കിലും ബാക്കി എന്ത് ഫങ്ഷൻ ആണെങ്കിലും എഞ്ചിനാണെങ്കിലും ഭയങ്കര സ്മൂത്താണ്. ഡീസൽ എഞ്ചിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് തോന്നത്ത് പോലും ഇല്ല, അത്രയും റിഫൈൻഡ് ആണ് എഞ്ചിൻ ജിആർഐക്ക് വന്നിരിക്കുന്നത്. പവർ ആണെങ്കിലും അത്യാവശ്യം നല്ല പവർ ഉണ്ട് വണ്ടിക്ക്. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നല്ല മൂവിങ് ആണ് വണ്ടി, കണ്ടില്ലേ. ജസ്റ്റ് പുഷ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി കയറി പോവാണ്. പക്ഷെ നമുക്ക് ആ ഒരു എന്താ പറയുക, അത്രയും സ്പീഡിലേക്ക് വണ്ടി പെട്ടെന്ന് എത്തി എന്നുള്ളൊരു പേടിയൊന്നുമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് വണ്ടി കയറുന്നത്. എന്താ പറയുക, നമ്മൾ വലിച്ച് കൊണ്ടുപോകല്ല, സ്മൂത്തായിട്ട് വണ്ടി അങ്ങോട്ട് കയറുകയാണ്. പിന്നെ ഇതിൽ അഡാസ് വരുന്നുണ്ട്. അഡാസ് ഏത് ലെവലായിട്ടാണ്? ലെവൽ 2 അഡാസാണ് ഇതിൽ വരുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. ടാറ്റയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് തോന്നുന്നത് അല്ലേ. 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ടാറ്റയ്ക്ക് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും തന്നെ വരുന്നത്. അപ്പോൾ ഇതാണ് തന്നെ അല്ലേ, നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അതനുസരിച്ച് വണ്ടി കയറി അങ്ങോട്ട് പോവാണ്. സിമ്പിളായിട്ടാണ് കയറുന്നത് വണ്ടി. നമുക്കൊരു എഫേർട്ട് വരുന്നില്ല വണ്ടി ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനോ മറ്റേ നമുക്ക് ഭയങ്കര ഒരു എഫേർട്ടൊന്നും വരുന്നില്ല. നമ്മൾ കൂളായിട്ടിരുന്ന് നമുക്ക് വണ്ടി ഓടിച്ചങ്ങ് പോകാമെന്നുള്ളൊരിതാണ്. പിന്നെ അത്യാവശ്യം ബമ്പി റോഡാണെങ്കിലും വണ്ടിക്കകത്ത് ആ ഒരു ഫീൽ വരില്ല. സസ്പെൻഷനും കാര്യങ്ങളും എല്ലാം വളരെ സ്മൂത്താണ്. അപ്പോൾ ഗൈസ്, നമുക്കിതിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ പറയാം. മെയിനായിട്ട് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം, ഇത് ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. 12 JBL ബ്ലാക്കിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ കൂടാതെ സബ് വൂഫറും വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഇതെന്തോ ഈ ഡാഷ്ബോർഡിൻ്റെ ഭാഗമെന്നാണ് ഞാൻ ഓർത്തത്, പക്ഷേ ഇതൊരു സൗണ്ട് ബാറാണ്. നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. ജസ്റ്റ് ഇത്
പക്കയായിട്ടുള്ള ഗൈസ്. ഒരു തിയേറ്ററിലിരുന്ന് ഒരു സിനിമ കാണുന്ന ഫീലാണ് എനിക്ക് വന്നത്. 360 സറൗണ്ടിങ് സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഒരു രക്ഷയില്ല, മാരകയറ്റം. അതുപോലെ നമുക്ക് ഞാൻ പറയാൻ പറ്റുക വേറെ കാര്യം, ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇരുന്നാൽ കാണാൻ പറ്റില്ല. ഇതിന് സീറ്റിന് തൈ സപ്പോർട്ട് വരുന്നുണ്ട്. ജസ്റ്റ് പുഷ് ചെയ്യുക, വലിക്കുക. നല്ലൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളും ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞല്ലോ വെന്റിലേറ്റർ സീറ്റാണ് വരുന്നത്. തൈ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. കാരണം ഞാൻ ഇച്ചിരി സൈസുള്ള ആളാണ്. കാരണം ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ടാറ്റ സിയറയുടെ വിശേഷങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴാണെങ്കിൽ പോലും ആ സീറ്റ് ബാക്കിലേക്ക് കേട്ടോ, അതൊരു നല്ലൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് ഇറങ്ങാനും കയറാനും എളുപ്പമുണ്ടാവും. അതുപോലെ നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നത് നമ്മുടെ തൊടുപുഴ വെങ്ങല്ലൂർ ബൈപ്പാസിലുള്ള ഗോകുലം ടാറ്റ മോട്ടോഴ്സാണ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഒരു സുഹൃത്ത് ആൽബിൻ ചേട്ടയാണ് നമുക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ബുക്കിങ്ങോ വണ്ടി എടുക്കാൻ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആളെ വിളിക്കാൻ, ആളുടെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. അപ്പം ഇത്രയൊക്കെയാണ് സിയാറയുടെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ വേറൊരു വണ്ടിയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗൈസ്.